ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ഹലോ മുംബൈ. ലോകമെമ്പാടുമുള്ള ഹലോ മുംബൈയുടെ പ്രേക്ഷകർക്ക് ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. പവേഡ് ബൈ ഏകോൺ ഷിപ്പിംഗ്, ബ്രോട്ട് യു ബൈ അമൃതവേണി ആൻഡ് അവർ ലോജിസ്റ്റിക് പാർട്ണർ ശ്രീ ട്രാൻസ് ലോജിസ്റ്റിക്സ്. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും വെയ്പ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ബദലാപൂരിലാണ്. ഇവിടെ രാമഗിരി ആശ്രമത്തിലാണ്. ഇന്ന് കർക്കിടവാവ് ദിവസം ഏകദേശം 1500-ലധികം ആൾക്കാരാണ് ഇന്ന് ബലി തർപ്പണത്തിനായി ഇവിടെ എത്തിച്ചേർന്നത്. നമുക്ക് കാണാം. ഇന്ന് നല്ല മഴയാണ്. കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും നല്ല മഴയാണ് രാവിലെ മുതൽ. പക്ഷെ എന്നാലും രാവിലെ ഏകദേശം 5 മണി മുതൽ ആൾക്കാർ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം സ്വാമിജി. ഞാനിപ്പോ ഉള്ളത് രാമഗിരി ആശ്രമത്തിലാണ്. കൃഷ്ണാനന്ദ സരസ്വതി സ്വാമിജിക്കൊപ്പമാണ്. സ്വാമിജി നമസ്കാരം. നമസ്കാരം. സ്വാമിജി, ഇന്ന് ഒരുപാട് എത്ര പേരോളം വരുന്നുണ്ടായിരുന്നു ഇവിടെ ബലിയിടാൻ വേണ്ടി? ഒരു 10,000-20,000 പേര് ബലിയിടും. അതായത് ബോംബെയിലെ പല. അതെ അതെ അതെ. അല്ലെ സ്വാമിജി, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 40ഓളം വർഷമായി. 40 വർഷം. ഈ ആശ്രമം എത്ര ഏക്കർ ഉണ്ടാവും? ഇവിടെ ഒരു 60 ഏക്കറാണ്. 60 ഏക്കർ സ്ഥലം. സ്വാമിജി എങ്ങനെ ഈ 60 ഏക്കർ സ്ഥലം ഇവിടെ വന്ന് എങ്ങനെ? അത് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കയ്യിലൊരു 23 രൂപയുണ്ടായിരുന്നു. 23 രൂപ. പിന്നെ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ആരോടും മുമ്പ് കൈ നീട്ടാൻ പോകരുത്. എന്നിട്ട് ഒന്നും കിട്ടിയില്ല എങ്കിൽ ഔറ ബ്രിഡ്ജിൽ പോയി, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഔറ ബ്രിഡ്ജിൽ പോയിട്ടുണ്ട്, കൽക്കട്ട. അതെ, അവിടെ പോയിട്ട് ഗംഗ മയ്യാക്ക ഗോതമേൻ ചലേ ജാവോ, അതായത് ഗംഗയിൽ ചാടി ചത്തോളുക. ഞാൻ ഇവിടുന്ന് നേരെ പിന്നെ രവീന്ദ്ര ജെയിനെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി ഷൺമുഖാനന്ദ ഹാളിൽ വയ്ക്കാനായിട്ട് തീരുമാനിച്ചു. അത് അദ്ദേഹത്തിനെ കാണാൻ പോകും. കാരണം യേശുദാസിനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിൽ ചില പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ ഗോരി തേരാ ഗാവ് എന്നുള്ള ആ പിന്നെ പാട്ടിന് അവാർഡ് വാങ്ങിച്ചു കൊടുത്ത് രവീന്ദ്ര ജെയിനാണ്. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഹി വാസ് വെരി ഹാപ്പി. അപ്പോൾ അങ്ങനെ റെഗുലറായിട്ട് പൂനന്ദില്ലൻ, ദേവൻ വർമ്മ, ആദ്യത്തെ പരിപാടി അങ്ങ് ഗവർണർ പങ്കെടുക്കുന്നതായിരുന്നു. അതേമാതിരി ഇളയരാജ, എസ് പി ബാലസുബ്രഹ്മണ്യം, യേശുദാസ്, ചിത്ര ഒരുപാട് ഗുണവന്നിട്ടുണ്ട്. ഇവരെയൊക്കെ കൊണ്ട് ഉള്ള പ്രോഗ്രാമിന് കൂടെയാണ് ഇതിനു വേണ്ടുന്ന സമ്പത്ത് ആർജിച്ചത്. അതങ്ങനെ ഇത് വിലയ്ക്ക് മേടിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ബലിയിടാൻ വേണ്ടി ആൾക്കാർ വരുന്നു. എല്ലാ മാസവും അല്ല, എല്ലാ ദിവസവും. എല്ലാ ദിവസവും വരും. എല്ലാ ദിവസവും ഉണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ നദിയുണ്ട്, മലയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ബലിയിടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് കാക്കയ്ക്ക് ചോറ് കൊടുക്കാനാണ് എന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ കാക്കയ്ക്കല്ല, നമ്മുടെ അച്ഛനും ഒന്നും കാക്കയാവണ്ട, പിന്നെ ആരാവണം? എൻ്റെ അച്ഛനെ, അമ്മയെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെ ഈശ്വരനാക്കി മാറ്റാനാണ് ബലിയിടുന്നത്. അതങ്ങനെയാണ്. അല്ല, അതൊന്ന് കാക്ക വരുന്നുണ്ടല്ലോ, ആ ഒരു ദിവസം കഴിക്കാൻ വേണ്ടി കാക്ക വരുന്നുണ്ട്. അത് നമ്മുടെ പിതൃക്കളാണ് വരുന്നത്, അങ്ങനെ ഒരു സങ്കല്പം പണ്ട്. അപ്പൊ കാക്ക വന്ന് ചോറെടുത്തില്ലെങ്കിൽ ചോദിക്കും, അയ്യോ കാക്ക വന്ന് ചോറെടുത്തില്ലേ? ഇല്ല. എന്ത് കൊടുത്തു? ചോറ് കൊടുത്തു, തേന് കൊടുത്തു, നെയ്യ് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു, പഴം കൊടുത്തു. അയ്യോ കള്ളു കൊടുത്തോ? ഇല്ല. മീൻ കൊടുത്തോ? ഇല്ല. ഇറച്ചി കൊടുത്തോ? ഇല്ല. അദ്ദേഹം ഇതൊക്കെ കഴിക്കുമായിരുന്നു. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി ടെറസിൻ്റെ മുകളിൽ തെക്ക് ഭാഗത്തെ കോർണറിൽ കൊണ്ടുവയ്ക്കുക. അപ്പോഴവർക്ക് സന്തോഷമാകും. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞ് അതിനെ ഡീമോറലൈസ് ചെയ്യുന്നതിനെ മാറ്റാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മരിച്ചുപോയ ആളിനെ ഈശ്വരനാക്കി മാറ്റാനാണ് ഞങ്ങൾ ബലിയിടുന്നത്. കാരണം എന്താണ്? ഭാരതത്തിൽ കോടിക്കണക്കിന് ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈശ്വരനായിരിക്കുന്ന കല്ലാണ്. അപ്പോൾ കല്ലിനെ പോലും ഈശ്വരനാക്കാനുള്ളതാണ് നമ്മുടെ സംസ്കാരം
എങ്കിൽ എന്തുകൊണ്ട് അച്ഛനെ, അമ്മയെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ ഈശ്വരനാക്കിക്കൂടാ? ഇന്നത്തെ ദിവസം എന്താണ് പ്രത്യേകത? ഈ കർക്കിടക വാവ് ഈ ഒരു ദിവസം കർക്കിടക വാവിന് വാസ്തവത്തിൽ ഈ 7 തലമുറയ്ക്കാണ് സാധാരണ ബലിയിടുക. ഈ കർക്കിടക വാവിന് നമ്മുടെ പിൻപോകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ബലിയിടുക. അപ്പോൾ അത് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ മാസത്തിൽ ബലിയിടും. ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമില്ലാത്ത രീതിയിൽ മഴയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മോഡേൺ ടെക്നോളജിയൊക്കെ ഉണ്ട്. അന്നൊന്നുമില്ലാത്ത കാലത്ത് അവർ ഏതായാലും വീട്ടിലിരുന്ന് ഈശ്വരനാമം പറയാണ്. എന്തുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ ജീവിച്ചിരുന്നപ്പോഴും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മരിച്ചതിന് ശേഷം അവരോടുള്ള സ്മരണയെങ്കിലും നിലനിർത്താനായിട്ട് ആണ് കർക്കിടക. ഈ ദിവസം ബലിയിടാൻ സാധിക്കാത്തവർക്ക് വേറെ ഏത് ദിവസം ബലിയിടാൻ? വേറെ ഇടാം. ബലിയിടുന്നത് എന്ന് വേണമെങ്കിലും ബലിയിടാം. പക്ഷേ നമുക്ക് എന്നും ഇടാൻ കഴിയാത്തത് കൊണ്ട് പ്രത്യേക ദിവസങ്ങൾ അമാവാസി തോറും ബലിയിടാം. അപ്പോൾ അത് സൗകര്യാനുസരണം ചെയ്യാൻ പറ്റും. മറ്റേ ഞാൻ കേട്ടിരിക്കുന്നു പറഞ്ഞാൽ 12 വർഷം തുടർച്ചയായി ബലിയിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരുനെല്ലിയിലോ തിരുനാളിലോ പോയി ബലിയിട്ടാൽ പിന്നെ ബലിയിടണ്ട എന്ന് പറയാറുണ്ട് പൊതുവെ. അത് മണ്ടത്തരമാണ്. കാരണം അച്ഛനോടുള്ള സ്നേഹം സാമ്പത്തികം കുറഞ്ഞതുകൊണ്ട്, സൗകര്യം കുറഞ്ഞുകൊണ്ട് ഒരു കഷ്ടം ഈ 12 കൊല്ലവും ഇട്ടങ്ങ് നിർത്താം എന്നതല്ല. അച്ഛനെ പറ്റിയുള്ള ഓർമ്മകൾ ഓരോ കൊല്ലം കഴിയും തോറും അടുത്ത കുട്ടികൾക്ക് ഇദ്ദേഹത്തിന് അച്ഛനുണ്ടായിരുന്നു, അതെൻ്റെ മുത്തച്ഛനാണ്, മുത്തച്ഛൻ്റെ അച്ഛനാണ്, ഇത് പരമ്പരാഗതമായ സാംസ്കാരിക ബന്ധമുണ്ടാകും. ആരൊക്കെ ബലിയിടാൻ പാടില്ല ഇന്നത്തെ ഈ ദിവസം? പ്രത്യേകിച്ച് ഞാൻ കേട്ടത് ഈ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സ്ത്രീകൾ, പിന്നെ പുല, വാലായ്മ, അങ്ങനെയുള്ളവർ ബലിയിടാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ മണ്ടത്തരമാണ്. അച്ഛനോടുള്ള സ്നേഹം അത് വലിയവർക്കാണെങ്കിൽ അവർ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കും, അവർ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കും. നമ്മുടെ അച്ഛൻ അതൊന്നും ചെയ്യാൻ നമുക്ക് സാമ്പത്തികമില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ ആ അച്ഛനെക്കുറിച്ച് ഓർമ്മിക്കാനും അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് വർണ്ണിക്കാനും ഒരവസരമെങ്കിലും നമുക്കുണ്ടാകണം. നമ്മൾ സാമ്പത്തികമായിട്ട് കുറഞ്ഞതുകൊണ്ട് അങ്ങനെയുള്ള അച്ഛനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അത് 12 കൊല്ലം ബലിയിട്ടാൽ അച്ഛൻ പോയത് തന്നെ. ഇത് ആവശ്യമില്ല. അതൊക്കെ അടുത്ത തലമുറയ്ക്ക് അച്ഛനെ പറ്റിയും പഴയ കാര്യങ്ങളെ, സംസ്കാരത്തെ പറ്റിയും ഓർക്കുന്നതിനുള്ള ഒരു സുവർണ അവസരമാണ്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. താങ്ക് യു. നമുക്ക് പ്രേക്ഷകർക്കെല്ലാം ഒരു പരിധി വരയ്ക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ആ ഒരു പാരമ്പര്യ രീതി തന്നെയാണ് ഇവിടെയും ബലിതർപ്പണം നടക്കുന്നത്. ശരിക്കും പറഞ്ഞ ചേട്ടാ ഇതൊരു ശബരിമലയ്ക്ക് പോകുന്ന പോലെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. എത്ര ദൂരം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്? 750 മീറ്റർ ഉണ്ട് അങ്ങോട്ട്. 750 മീറ്റർ ഉണ്ട് ഇവിടം വരയ്ക്ക് എത്താനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കല്ലും മുള്ളും കാലക്കുമത്തെ എന്ന് പറഞ്ഞ പോലെയാണ് സ്ഥലം. ആ വഴിയിലാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് നദിക്കരയാണ്. അതല്ലേ? അവിടെയാണ് ബലിയിടാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിരിക്കുന്നത് അല്ലേ? രാവിലെ 4 മണി മുതൽ തുടങ്ങിയതാണ്. ഏകദേശം വൈകുന്നേരം എനിക്ക് തോന്നുന്നു 3 മണി വരയ്ക്കുമാണ്. രാവിലെ എത്ര മണിക്ക് എത്തി ഇവിടെ ബലിയിടാനായിട്ട്? ഇവിടെ ഞങ്ങള് എത്ര മണിക്ക് എത്തിയണ്ണ? 8:30 എത്തി അല്ലേ? 8:30. You speak Malayalam, you don't speak Malayalam. Slightly. Okay. But അപ്പം ഈ സ്ലൈറ്റ്ലി മലയാളം അറിയുന്ന ഒരാൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമോ? എങ്ങനെയാണ് ബലിയിടേണ്ടത്, എന്താണെന്ന്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. So now you know how to do it. Yeah. I've been here previous. എല്ലാ വർഷവും വന്ന് ബലിയിടാൻ? എല്ലാ വർഷവും വരാറുണ്ട്. എത്ര വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ? ഇവിടെ സ്റ്റാർട്ട് ആയപ്പോൾ മുതൽ വരുന്നു. 8 വർഷത്തിന് മുകളിലായി വരാറുണ്ട്. ആശ്രമത്തിനരികെ ഒഴുകുന്ന ബാർവി നദി തീരത്തായിരുന്നു ചടങ്ങുകൾ നടന്നത്. ഇത് എത്ര മണിക്ക് ആരംഭിക്കും ബലിയെല്ലാം? ഇവിടെ കറക്റ്റ് 4 മണിക്ക് തന്നെ ബലിയിടാൻ ആരംഭിക്കും. കാരണം ഒരു 5000 പേരോടടുത്ത ആൾക്കാർ ഇവിടെ കഴിഞ്ഞ ഒരു 20 വർഷത്തിലധികമായിട്ട് ഒരു 5000 പേരോളം ആൾക്കാർ വരുന്നുണ്ട്. 2 മണി തൊട്ട് 4 മണി വരെ ക്ഷേത്രത്തിലെ പൂജ. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം 4 മണിക്ക് ബലി തുടങ്ങി ഏതാണ്ട് ഒരു 3 മണി വരെ
ഇത് കണ്ടിന്യൂ ഉണ്ടായിരിക്കും. 3 മണിക്ക് ശേഷം ബലിയിടാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? 3 മണിക്ക് ശേഷം ബലിയിടാൻ പാടില്ലെന്നുള്ള, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യാഹ്നത്തിന് ശേഷം പാടില്ലെന്നുണ്ട്. പക്ഷേ ജനങ്ങൾ വരുന്നവരെ തിരിച്ചയക്കുന്നത് അതിലും ദോഷമാണ്. അതുകൊണ്ട് ഒരു 4 മണിയായിരുന്നാലും നമ്മൾ ബലിയിട്ട് കൊടുത്ത് തന്നെ വിടും. കാരണം വരുന്നവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ വിഷയം. ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, അല്ലാത്തവർക്ക് നിന്നും ബലിയിടാം. ചിലർക്ക് ഫിസിക്കൽ കണ്ടീഷൻ മോശമായിട്ടുള്ളവർക്ക് നിന്ന് ബലിയിടാന്ന് പറയുമ്പോൾ അതിനുള്ള വ്യവസ്ഥ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പം നിന്ന് ബലിയിടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ടും ദോഷമൊന്നുമില്ല. ബലിയിടുക എന്നുള്ളതേ ഉള്ളൂ. ബലിയിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പറഞ്ഞാൽ പിതരം പ്രീതമാപന്തേ പ്രിയന്തേ സർവ്വദേവത. പിതൃക്കളുടെ അനുഗ്രഹമുണ്ടെങ്കിലേ ഈശ്വരന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈശ്വരന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിലും മാതാപിതാക്കൾ തൊട്ട് അങ്ങോട്ടുള്ള പിതൃക്കന്മാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹവും നമുക്ക് ഫലവത്താകില്ല. അപ്പോൾ അച്ഛനെ മാനിക്കുക, അച്ഛനെ ബഹുമാനിക്കുക, അമ്മയെ ബഹുമാനിക്കുക, ആ സങ്കല്പത്തോടുകൂടി അച്ഛനും അമ്മയും ഈശ്വരനാണെന്നുള്ള സങ്കല്പം, ആ സങ്കല്പത്തിലാണ് ബലിയിടുന്നത്. നമ്മൾ ബലിയിടുമ്പോൾ നാട്ടിലൊക്കെ നമ്മൾ അറിയാം, ബലിയിടുന്നത് മരിച്ചു കഴിഞ്ഞാൽ ജലം കൊടുക്കും. ഈ ജലം കൊടുക്കുന്നത് മരിച്ച വ്യക്തി കുടിക്കാറില്ല. പിന്നെ എന്തിനു ജലം കൊടുക്കുന്നു? ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം നാട്ടിലുണ്ട്. അന്ധവിശ്വാസമല്ല. എന്തിന് ജലം കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നോടൊപ്പം ജീവിച്ച കാലം എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെ സംരക്ഷിച്ചു, അവർക്ക് സേവ ചെയ്തു, അവർക്ക് ആഹാരം വേണ്ടിയപ്പോൾ ആഹാരം കൊടുത്തു, ജലം വേണ്ടിയപ്പോൾ ജലം കൊടുത്തു. എന്തിന്? മരിച്ചു കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ അച്ഛന് ജലം കൊടുത്തു, എൻ്റെ അമ്മയ്ക്ക് ജലം കൊടുത്തു. ഒരു പുത്രൻ എന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാണ് ജലം കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിണ്ടം വെക്കുന്നതും, പിണ്ടത്തിൽ നിന്നാണ് ശരീരം ഉത്ഭവിക്കുന്നത്. ആ പിണ്ടത്തിന് ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന പേരാണ് കൗണ്ട് എന്ന് പറയും. അച്ഛൻ്റെയും അമ്മയുടെയും കൗണ്ടിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. ഈ ശരീരത്തോടു കൂടി ജീവിക്കുന്ന നാം നമ്മളുടെ ചിന്തകളും വിചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ സമർപ്പിക്കുകയാണ് 3 പിണ്ടം വെച്ചിട്ട്. പിണ്ടത്തിൽ നിന്നുണ്ടായ ഈ ശരീരം പിണ്ടം വെച്ചുകൊണ്ട് അച്ഛനെയും അമ്മയും ബഹുമാനിച്ച് ആദരിച്ച് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ അവർ പ്രതീക്ഷിച്ച പോണക്ക്, അവർ ഭാവന ചെയ്ത പോണക്ക് നമുക്ക് ഉയരാനുള്ള ശ്രമവും ഉയരാനുള്ള അവസരം തന്നതിൻ്റെ നന്ദിയുമാണ് ഈ ബലിതർപ്പണം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രം. അതായത് ഈ പൊതുവെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് അവരുടെ മുത്തച്ഛന് വേണ്ടി ബലിയിടാൻ സാധിക്കും. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കർക്കിടക മാസത്തിലെ പിതൃതർപ്പണം ചെയ്യാം. കാരണം അച്ഛനും അമ്മയും മക്കളും കൂടി ചേർന്നിരുന്നിട്ടാണ് അവരുടെ അച്ഛനും അവരുടെ അമ്മമ്മയ്ക്കും ബലിയിടുന്നത്. യാതൊരു ദോഷവുമില്ല. കാരണം ഹിന്ദുവിൻ്റെ ആചാരങ്ങളൊക്കെ വളരെ വൈഡായിട്ടുള്ള ചിന്തനമാണ്. അച്ഛനും അമ്മയും മക്കളും കൂടി ചേർന്നിരുന്ന് അവരുടെ അച്ഛൻ്റെയും അവരുടെ അമ്മയ്ക്കും വേണ്ടി ബലിയിടുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വരുന്ന ജനറേഷൻ നമ്മളെയാണ് കാണുന്നത്. എത്രയോ കാലം മുന്നേ മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും അപ്പപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ ബലിയിടുമ്പോൾ നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കും, അച്ഛനെ അമ്മയെ പ്രതി എൻ്റെ അച്ഛൻ എന്ത് സ്നേഹമുണ്ടായിരുന്നു, ആ സ്നേഹം എനിക്ക് എൻ്റെ അച്ഛനോട്, എൻ്റെ അമ്മയോട്, എൻ്റെ സൊസൈറ്റിയോട് എനിക്ക് നിലനിർത്തണമെന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ബലിയിടുന്നതിൽ നിന്ന് കൊടുക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ വർഷം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എത്ര വർഷമായിട്ട് വരുന്നുണ്ട് ഇവിടെ? ഈ ആശ്രമം തുടങ്ങിയത് മുതൽ. താങ്കളുടെ പേരിൽ റൂം തന്നെ ഉണ്ട് അവിടെ? അതെ, എല്ലാം ഉണ്ട്, മണ്ണും ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഇരിക്കാനും ഉള്ള ഒരു അവസരമില്ല. ഇല്ലെങ്കിൽ ഞാനും ഒരു വസ്ത്രമൊക്കെ ധരിച്ചൊരറ്റത്ത് ഇരുന്ന് തന്നെ. സ്വാമി എൻ്റെ സ്വന്തം ആളല്ലേ, ഞങ്ങൾ ഒരു പ്രായക്കാരാണ്, പഴയ സുഹൃത്തുക്കളാണ്. പിന്നെ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. സത്യം ഇത് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ. എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യേകം ഒന്നുമില്ല. തീർച്ചയായും ഉണ്ട്, എന്നാലും ചെറുതായിട്ടേ ഉള്ളൂ. എല്ലാ വർഷവും വരുന്നുണ്ട്. എല്ലാ വർഷവും അച്ഛൻ പറയുന്ന പോലെ തന്നെ പുറകെ കൂടിയിരിക്കുക. എല്ലാ വർഷവും. എത്ര വർഷമായിട്ട് വരുന്നുണ്ട്? ഞാൻ വരാൻ തുടങ്ങിയിട്ട് ഒരു 10-15 കൊല്ലം വരും. അറ്റ്ലീസ്റ്റ് ഒരു 15 കൊല്ലമായിട്ടുണ്ട് ഇവിടെ വരുന്നുണ്ട്.
എവിടുന്ന് വരുന്നു തുളസി നിങ്ങൾ? ഞാൻ ഡോംബിയോലിയാണ്. ഡോംബിവലി. ഞാൻ ഇരളി. ഐരോളി. എത്ര മണിക്ക് എത്തി? ഞങ്ങളൊരു 9:30. എല്ലാ വർഷവും ഇവിടെ വന്ന് ബലിയിടാറ്? എല്ലാ വർഷവും ചെയ്യാം. ആണല്ലേ. എന്താണ് ഒരു വ്യത്യാസം തോന്നിയിരിക്കുന്നത്? നമ്മുടെ നാട്ടിലെ ബലിയിടാറും ഇവിടെയൊക്കെ ബലിയിടുന്ന വലുതിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ട്? ഇത് ഒരു മലയാളികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത് വരിക എന്നുള്ള ഒരു ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കർക്കിടകത്തിന്റെ വ്രതശുദ്ധിയിൽ ഒരു വാവ് ബലിദിനം കൂടി കടന്നുപോയി. മുംബൈയിലും പരിസരങ്ങളിലുമുള്ളവർ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്തി. അപ്പൊ നമ്മള് കണ്ട നമ്മുടെ സ്വാമിജിയുടെ മകനാണ് ജ്യോതി കൃഷ്ണ അല്ലെ? ജ്യോതി കൃഷ്ണൻ ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമാണ്. എത്ര വർഷമായിട്ട്? 2016 തൊട്ട് ഞാൻ അച്ഛന്റെ കൂടെ ഇവിടെ ഉണ്ട്. ഞാൻ ജോലിയും ചെയ്യാറുണ്ട്. ഐ ഓൾസോ വർക്ക് വിത്ത് വൈസ് പ്രസിഡന്റ് ഇൻ കമ്പനി. ഓക്കെ. പിന്നെ ഞാൻ സമയത്തിന്റെ കൂടെ ഇത് നമ്മുടെ ആക്ച്വലി ഒരു പ്രവാസി മലയാളികളുടെ ഒരു തറവാട് വീടാണ്. അപ്പൊ ഈ തറവാട് വീട് എത്ര നല്ലായിരിക്കണം, പക്ഷെ നമ്മുടെ തറവാടിന്റെ പോലെ തന്നെ ഇരിക്കണം. അതിന്റെ ഒരു ചെറിയൊരു ശ്രമമാണ്. തീർച്ചയായും അല്ലെ, അടുത്ത തലമുറ ഇത് കൊണ്ടു നടക്കണ്ടേ അല്ലെ? ജ്യോതി കൃഷ്ണൻ മുമ്പോട്ട് തീർച്ചയായും വരണം. സത്യം പറഞ്ഞാല് യഥാർത്ഥത്തിൽ ഇതൊരു വേറൊരു ടോക്കല്ല. പ്രവാസി മലയാളികൾക്ക് ഒരു അത്താണിയാണ് ഇവിടെ. ഇതുപോലെ ഒരു സ്ഥലം യാതൊരു പ്രതിഫലിച്ചയില്ലാതെ ആര് വന്നാലും ഇപ്പം തന്നെ ഞാൻ നോക്കുമ്പോൾ 2-3 ആളുകൾ ഇവിടെ താമസിക്കുകയാണ്. ഇവരുടെ ഞാനിപ്പം ഇവിടെ താമസിക്കുന്നത് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. താമസിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞ് വരുന്ന ആളുകൾക്ക് താമസിക്കാനും സൗകര്യം കൊടുക്കും, ഭക്ഷണവും എല്ലാം കൊടുക്കും. പക്ഷേ ദിവസം ഇവിടെ അന്നദാനം ഉണ്ടോ? ഡെയിലി ഇതുവരെ ഞങ്ങൾ 15 ലക്ഷം ആൾക്കാർക്ക് ഇവിടെ അന്നദാനം കൊടുത്തിട്ടുണ്ട്. അത് ഗുരുദേവന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മളെല്ലാവരും 15 ലക്ഷം ആൾക്കാർ മലയാളികൾക്ക്, പാവപ്പെട്ട ആൾക്കാരും ഇവിടുത്തെ 4 ആദിവാസി പാടാൻ നമ്മൾ ഒരു ദത്തകം എടുത്തിട്ടുണ്ട്. വി ഹാവ് അഡോപ്റ്റഡ് 4 ആദിവാസി പാടാ. ആൻഡ് വി ആർ നോട്ട് ഓൺലി ഡൂയിങ് അന്നദാനം, വി ആർ ഡൂയിങ് കന്യാദാനം ആൻഡ് വിദ്യാദാനം ഓൾസോ. We are doing dowry-free marriages. We have crossed more than 190 dowry-free marriages. കഴിഞ്ഞ എത്ര വർഷമായിട്ടത്? ഇത് വളരെ ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ട് 20 കൊല്ലം 25 വർഷം. അല്ല, ഈ കന്യാദാനം എന്ന് പറഞ്ഞില്ലേ, അതായത് ഇവിടുത്തെ ഒരു ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഈ കൂടുതലും ആദിവാസികളും ഇവിടുത്തെ മഹാരാഷ്ട്രീയൻസ് ആണ് കന്യാദാനം കൂടുതൽ. ഈ നമ്മളെ മലയാളികൾ അത്ര വരാറില്ല. കൂടുതൽ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വരാറില്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കഴിച്ചു കൊടുക്കും. അതൊക്കെ ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും. എവറിത്തിങ് ഈസ് ഫ്രീ. അത് പ്രത്യേക ഒരു ദിവസം ഉണ്ടാവും അതോ? അങ്ങനെയില്ല. അതായത് എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യില് വദനം വരും, ബ്രൈഡ് ആൻഡ് ഗ്രൂം. അവർ രണ്ടുപേരും ഉണ്ടായിരുന്ന. ഫസ്റ്റ് ഓഫ് ഓൾ വി ഡു ദ BGV, background verification. I have got my team who does the background verification. If this girl is not eloped somewhere or something is wrong somewhere, അത് ഞങ്ങൾ നോക്കും. അത് നോക്കിയിട്ട് ഞങ്ങൾ പയ്യന്മാരുടെ അടുത്ത് പറയുന്ന ഈ പയ്യനാണ്, ഇത് എന്റെ മോളാണ്, മോളെങ്കിൽ നന്നായിട്ട് നോക്കുക. ഇവർക്ക് വേണ്ടി ഞങ്ങൾ വസ്തു വിൽക്കൂല, ഷെയർ കൊടുക്കില്ല, ഇസോപ്സ് കൊടുക്കില്ല, സ്വർണം ഇതൊക്കെ നമ്മൾ കടമൊന്നും വാങ്ങിക്കില്ല. അതുപോലെ നമ്മൾ ബ്രൈഡിന്റെ അടുത്തും പറയാറുണ്ട്, പ്ലീസ് ബിഹേവ് വിത്ത് യുവർ ഹസ്ബൻഡ് ഇൻ എ ബെറ്റർ വേ. അവർ കല്യാണം കഴിച്ച് പോയതിനു ശേഷം അന്വേഷിക്കാറുണ്ടോ? പിന്നെ ചെയ്യാറുണ്ട്. That I used to do. അത് ഞാൻ അവിടെ വെൽബീയിങ്ങിന് വേണ്ടി ഞാൻ ഫോൺ ചെയ്യാറുണ്ട്. ഐ കോൾ ദം ഓൾ ദിസ് പീപ്പിൾ. അത് പോരാതെ ഞങ്ങളുടെ ഇവിടെ ഓരോരോ ചിട്ടകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ 6 മണിക്ക് കഴിഞ്ഞിട്ട് സന്ധ്യാദീപം. ഇപ്പൊ ഡോംബിവലിയില് കുറഞ്ഞ ഒരു 360 വീട്ടില് എല്ലാ സന്ധ്യ ദീപം കത്തിച്ച് നാമം ചൊല്ലാറുണ്ട്. ഇതെന്റെ കൂട്ടുകാരനാണ് ശശി. ഇയാള് വന്നിട്ട് രാധാകൃഷ്ണൻ, രാധാനഗർ, ഡോംബിവലി രാധാനഗറിലാണ്. For the last 35 years we are staying there. And exclusively born and brought up in Mumbai only. So you don't speak Malayalam? No, I don't speak. Well Malayalam. I can write and speak. Very good. അല്ല, മലയാളത്തിൽ പറയാം. അങ്ങനെയല്ല, just ഒന്ന് carry forward ചെയ്തു. So he also does it. He also takes part in that Hindu activities of doing this. ഇപ്പൊ വേറൊരു കാര്യം, പണ്ട് ഇവിടെ വരാൻ തന്നെ ഇത്തിരി പ്രയാസമായിരുന്നു. ഇപ്പൊ കുറച്ച് മനുഷ്യരുള്ള ഒരു പ്രദേശമായി മാറിയത്. അപ്പൊ മനുഷ്യരുള്ളവർക്ക് മലയാളി പോവുകയും ചെയ്യുന്നു. അതെ. അമാവാസി എല്ലാ മലയാള മാസത്തിലും വരുന്നുണ്ടെങ്കിലും ഹിന്ദു വിശ്വാസത്തിൽ കർക്കിടകത്തിലെ കറുത്ത വാവന് ഏറെ പ്രത്യേകതയാണ്. കർക്കിടകം പേമാരിയുടെയും പട്ടിണിയുടെയും ദുഃഖത്തിന്റെയും മാസമാണ്. മാനം മൂടിക്കെട്ടിയ കാലവർഷരാത്രി അമാവാസിയിൽ കൂടുതൽ ഭീതമാകുന്നു. ആചാര്യന്മാർ ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രങ്ങൾ ഏറ്റുപറഞ്ഞ് പിതൃക്കൾക്ക് പൂജ ചെയ്യുന്നവർ. അതൊരു കാലത്തിന്റെ വിശ്വാസമാണ്. സാധാരണ ആൾക്കാർ ബലിയിടാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകാറുണ്ട് ഇവിടെ നിന്ന് അല്ലേ? പക്ഷെ താങ്കൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അതെ, ഞാൻ എല്ലാ വർഷവും ഈ കർക്കിടക വാവ് ബലിക്ക് ഇവിടെ വരാറുണ്ട്. ഓക്കെ. കാരണം ഇവിടുത്തെ ബലിക്ക് ഒരു സവിശേഷതയുണ്ട്.
നമ്മുടെ ഗുരുനാഥൻ, അതായത് ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമിജി ആണ് ഇവിടെ ഇത് സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് കൃഷ്ണാനന്ദ സരസ്വതി. തിരുവനന്തപുരത്താണ് സെറ്റിൽ. അപ്പം എല്ലാ വർഷവും ഈ സമയത്ത് വരും. ഇത് മാത്രമല്ല, ഇവിടെ എന്ത് വിശേഷം ഉണ്ടെങ്കിലും സ്വാമിജിയുടെ ബർത്ത്ഡേ, പിന്നെ നവരാത്രി, അതിനെല്ലാം വരും, സേവ ചെയ്യും, തിരിച്ചു പോകും. പൊതുവെ പറയുന്നത് ഇല്ലം വല്ലം നെല്ലി എന്നാണ്. ഇല്ലം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്. അപ്പോൾ സ്വന്തം വീട്ടിൽ ബോംബെക്കാരെ സംബന്ധിച്ചോളം അവിടെ ബലിയിടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ തിരുനെല്ലി, പിന്നെ തിരുവല്ലം, ഇവിടെ എല്ലാം പോയി ബലിയിടണമെന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും ഒരു ജലാശയമുള്ള ഒരു സ്ഥലത്ത് വന്ന് ബലിയിടാമെന്നുള്ളതാണ്. മഹാരാഷ്ട്രയുടെ പല ഭാഗങ്ങളിൽ നടന്ന ബലിതർപ്പണത്തിൽ ആയിരങ്ങൾ പിതൃപുണ്യം തേടി. മീര റോഡ് SNDP യോഗം മലാഡ് മാൽവണി ശാഖ, നവി മുംബൈയിൽ വാശി അയ്യപ്പ ക്ഷേത്രം, ശ്രീനാരായണ ചൈതന്യ ട്രസ്റ്റ് ന്യൂ പൻവേൽ, ശ്രീനാരായണ മന്ത്രിസമിതിയുടെ നെരുൾ ഗുരുദേവഗിരി, വീരാർ, സാക്കിനാക്ക, മീര റോഡ് ഗുരു സെന്ററുകളിലും ബലിയിടൽ ചടങ്ങുകൾ നടന്നു. SNDP യോഗം പൻവേൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്താറുള്ള കർക്കിടക വാവുബലി ഗാഡേശ്വര ശിവക്ഷേത്രത്തിൽ നടന്നു. ബലികർമ്മങ്ങൾക്ക് ആചാര്യൻ വൈക്കം ഭദ്രേശൻ തന്ത്രികൾ നേതൃത്വം നൽകി. പനവേലി SNDP ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന വാവുബലി ഇത്തവണ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ കേരളത്തിൽ നാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മർദാൻ മലയാളിയുടെ ഒരു കൂട്ടായ്മ എന്നെ അതിശയിപ്പിച്ചൊരു ഘടകമാണ്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പൻവേൽ മേഖലയിലെ വിവിധ ഹിന്ദു സംഘടനകളുടെ പിന്തുണയോടെയാണ് SNDP യോഗം പനവേൽ ശാഖ സംഘടിപ്പിച്ച ബലിതർപ്പണം നടന്നത്. SNDP യോഗം പനവേൽ ശാഖയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നടന്ന ഈ ബലി അല്ലെങ്കിൽ നമ്മുടെ ബാഹുബലി പൂജയുടെ വളരെ വിജയമായിരുന്നു. കാരണം വിവിധ ശാഖകളിൽ നിന്ന്, അതുകൊണ്ട് തന്നെ മറ്റ് പല ഏരിയയിൽ നിന്ന് ഇവിടെ ആൾക്കാരെത്തി നല്ല രീതിയിൽ തന്നെ നടത്തി. ഏകദേശം 200 പരം ഭക്തജനങ്ങൾ എത്തിയെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാ വർഷത്തിലും ഉപരി എല്ലാ വർഷം അടുത്ത വർഷങ്ങളിൽ ഇതുകൂട്ട് തന്നെ നല്ല വിജയത്തിനായിട്ട് പ്രവർത്തിക്കട്ടെ. SNDP പൻവേൽ ബ്രാഞ്ച് സംഘടിപ്പിച്ച ഈ ഒരു സംരംഭത്തിൽ നമ്മളോടൊപ്പം മറ്റു പല ബ്രാഞ്ചുകളിൽ നിന്ന് എല്ലാവരും വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുകയും, മരിച്ച ആത്മാവുകൾ രാത്രി സഞ്ചാരത്തിനിറങ്ങും. ആ ആത്മാവുകൾക്ക് ശാന്തി നൽകാനാണ് എള്ളും പൂവും ചന്ദനവും ഉണങ്ങലരി ചോറുമായി പിണ്ടപൂജ ചെയ്യുന്നത്. ബലിത്തറയിൽ നാക്കിലയിൽ ബലിപിണ്ടവും കറുകയും തുളസിയും ചേർത്ത് വെച്ച് ആചാര്യൻ ചൊല്ലിക്കൊടുത്ത മന്ത്രങ്ങൾ ഉരുവിട്ട് ബലിതർപ്പണം നിർവഹിച്ച് മൺമറഞ്ഞ പിതൃക്കളെ സ്മരിച്ചാണ് വിശ്വാസികൾ മടങ്ങിയത്. അപ്പോൾ എന്തൊക്കെയായാലും എനിക്ക് തോന്നുന്നു വാവ് ബലി അത് എങ്ങനെ ഇടണം, എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരുവിധം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പ്രേക്ഷകർ. ഇത് നമ്മൾ പാരമ്പര്യമായിട്ട് നമുക്ക് സ്വത്ത് കിട്ടും ഇല്ലേ? അപ്പം പറയുന്നത് ഈ സ്വത്ത് മാത്രമല്ല, അവരുടെ ശാപവും നമ്മളൊപ്പം ഉണ്ടാവുന്ന അല്ലേ. അപ്പം അതിനുവേണ്ടി പിതൃബലി നടത്തണം. പിന്നെ പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ചൈതന്യമുണ്ട്, ആ ചൈതന്യത്തിന് വേണ്ടി നമ്മൾ ഇടണമെന്നാണ്. എന്തൊക്കെയാലും പിതൃക്കളുടെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. വീണ്ടും കാണാം. फिर मिलेंगे. ഹലോ മുംബൈ, ഹലോ മുംബൈ, ഹലോ മുംബൈ. ഉയരുണരും റെയിൽപ്പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ, powered by Aegon Shipping and our logistic partner, Sweet Logistics.